ആഘോഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സ്കൂളിന്റെ മേലധികാരികൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നവംബർ 1-ാം തീയതി വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് കേരളത്തിൽ സ്ഥാപന ദിവസം ആഘോഷിക്കണമെന്ന്. 1-ാം തീയതി എങ്ങും കമ്പ്യൂട്ടർ വിപ്ലവം അരങ്ങേറുന്ന ഈ ഘട്ടത്തിൽ ഇടവകയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകാനായി അഞ്ചുതെങ്ങ് ഫൊറോന ആരംഭിക്കുന്ന കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സെന്ററിലും നമ്മുടെ ഇടവകയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക ഫീസ് ഇളവും ക്ലാസും നൽകി വരുന്നു. വിദ്യാഭ്യാസ കമ്മീഷൻ ആവശ്യമുള്ളപ്പോഴെല്ലാം ഒന്നിച്ചുകൂടുകയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അവബോധ ക്ലാസുകൾ ക്രമീകരിക്കുകയും വരുന്നു. ഇടവകയുടെ മൊത്തം വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും വിദ്യാഭ്യാസ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. നിരക്ഷരരായ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസുകളും യുവതി യുവാക്കൾക്ക് കരിയർ ക്ലാസുകളും സാമൂഹ്യ അവബോധ ക്ലാസുകളും നടത്തിവരുന്നു. പ്രധാനമായും 8 കാര്യങ്ങളാണ് സമിതി തീരുമാനമായി എടുത്തിരിക്കുന്നത്. 1. ഇടവകയിലുള്ള എല്ലാ കുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും നടത്തുക. 2. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം നിഷേധിക്കപ്പെടരുത്. 3. ഉയർന്ന ക്ലാസുകളിലേക്ക് പഠനശേഷിയുള്ള കുട്ടികളെ റെക്കമെൻഡ് ചെയ്യുക. 4. 10ാം ക്ലാസ്സിലും +2 ക്ലാസ്സിലും ഉയർന്ന മാർക്ക് മേടിക്കുന്നവരെ ആദരിക്കുക. 5. സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ ഇടവക കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുക. ഇടവകയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ചേർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക അവബോധ ക്ലാസുകൾ ക്രമീകരിക്കുക. 7. രൂപതയുമായി ചേർന്ന് കരിയർ ഗൈഡൻസ് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുക. 8. വാർഷിക പ്ലാനും പദ്ധതിയുമനുസരിച്ച് ഇടവകയുടെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക. എല്ലാ ജനങ്ങളെയും ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുവാൻ അദ്ദേഹത്തിന് നേതൃത്വമായിരുന്നു അല്ലേ ഗാന്ധിജി. സാമൂഹ്യ സേവന കമ്മീഷൻ ഇടവകയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് ഈടാക്കാതെ സപ്ലിമെന്ററി ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടും നിർധനരും ആലംബഹീനമായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സ്വയം സഹായ സംഘങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും സ്ത്രീ ശാക്തീകരണ പരിപാടികൾ നടന്നുവരുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഇപ്പോൾ 5 സംഘങ്ങൾ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുക, സ്വയം തൊഴിൽ കണ്ടെത്താൻ പ്രാപ്തരാക്കുക, അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പ്രേരിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. ഇതുകൂടാതെ പ്രാഥമിക ആവശ്യങ്ങളായ പാർപ്പിടം, വസ്ത്രം, ആഹാരം എന്നിവ കണ്ടെത്താനുള്ള അവബോധം ഉണർത്തുന്നതോടൊപ്പം തീരെ നിവൃത്തിയില്ലാത്തവർക്ക് വീടും മറ്റു സൗകര്യങ്ങളും നിർമ്മിച്ചു നൽകുവാനും ശ്രമിക്കുന്നു. സേവേ ഫാമിലി എന്ന സംഘടനയുടെ കീഴിൽ 18 കുടുംബങ്ങൾക്ക് ധനസഹായം ലഭിച്ചു കഴിഞ്ഞു. ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായ കച്ചവട സാധനങ്ങൾ, പഠനമാർഗങ്ങൾ സേവേ ഫാമിലി നൽകി വരുന്നു. തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോളി സ്പിരിറ്റ് നഴ്സറി സ്കൂളും ഇടവകയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരാശ്വാസ കേന്ദ്രമാണ്. പഠന താൽപര്യം വർദ്ധിപ്പിക്കാനുള്ള പാഠ്യപദ്ധതികൾ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു. ഇടവകയുടെയും രൂപതയുടെയും കൂട്ടായ സാമ്പത്തിക സഹായത്താൽ ഈ നഴ്സറി നിലനിന്നു. കൊമ്പരിയ സഭ. കുംപാത്തരി എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം അച്ഛനോടൊപ്പം ആയിരിക്കുക എന്നാണ്. 1911 റവറൻ ഫാദർ ജോസ് പീരീസിന്റെ കാലത്താണ് കൊമ്പരിയ സഭ രൂപം കൊള്ളുന്നത്. ഇടവകയുടെ വിശ്വാസ ജീവിതത്തെ പ്രാർത്ഥനയാലും മാതൃകയാലും പരിപോഷിപ്പിക്കുക എന്നതാണ് കൊമ്പരിയ സഭയുടെ സ്ഥാപന ലക്ഷ്യം. പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന കൊമ്പരിയ സഭാംഗങ്ങൾ മാതൃഭക്തിയിൽ മറ്റാരേക്കാളും മുൻപന്തിയിലായിരിക്കുമെന്നാണ് നിഷ്കർഷിക്കുന്നത്. സഭാ നിയമങ്ങളോടുള്ള പ്രതിബദ്ധത, സഭാ പുരോഹിതന്മാരോടുള്ള അനുസരണം എന്നിവ കൊമ്പരിയ സഭയിലുള്ളവരുടെ പ്രധാന ലക്ഷണങ്ങളാണ്. കൊമ്പരിയ
സഭാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും ഇടവകയുടെ മൊത്തത്തിലുള്ള ഉയർച്ചയെ ലക്ഷ്യം വച്ചായി. ഇടവകയിൽ മാതൃഭക്തി പ്രചരിപ്പിക്കുക, സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക, ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുക, ഇടവക തിരുനാളുകളിൽ പങ്കാളിത്തവും നേതൃത്വവും നൽകുക, മരണവീടുകൾ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക, മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, ഇടവക വികാരിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നിവയാണ് അവരുടെ പ്രധാന കർമ്മപരിപാടികൾ. സൊഡാലിറ്റി. മാതാവിന്റെ നാമധേയത്തിൽ സ്ത്രീകൾക്കുള്ള സംഘടനയാണ് സൊഡാലിറ്റി. മാമ്പള്ളി ഇടവകയിൽ സൊഡാലിറ്റിയുടെ അംഗത്വമെടുത്തത് 1937 ഫാദർ സൈമൺ ജോണിന്റെ കാലത്താണ്. പുരുഷന്മാർ കൊമ്പിരിയ സഭയിൽ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ സ്ത്രീകൾ സൊഡാലിറ്റിയിലൂടെ ഇടവകയ്ക്ക് ചെയ്യുന്നു. എല്ലാ വർഷവും ഡിസംബർ 8-നാണ് സൊഡാലിറ്റി തിരുനാൾ ആഘോഷിക്കുന്നത്. ഓരോ വർഷവും സഭയിലെ അംഗങ്ങൾ മാറി മാറി തിരുനാൾ നടത്തും. അംഗത്തിൽ നിന്ന് 50 രൂപ വാർഷിക വരിയായി പിരിക്കുന്നു. ആ തുക സേവന കാര്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് സഭയുടെ മുഖ്യ ലക്ഷ്യം. മാമ്പള്ളി ഇടവകയിൽ ലീജൻ ഓഫ് മേരി ആരംഭിച്ചത് 1937-ലാണ്. കൊമ്പിരിയ, സൊഡാലിറ്റി തുടങ്ങിയ സഭ പോലെ പരിശുദ്ധ മാതാവിലുള്ള ഭക്തിയാണ് ലീജൻ ഓഫ് മേരിയുടെയും മുഖ്യപാത. എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ ഒന്നു ചേർന്ന് ജപമാല ചൊല്ലുന്നു. സെപ്റ്റംബർ 8 മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നു. ഭവന സന്ദർശനം, ജപമാല ഭക്തി പ്രചരണം, രോഗി സന്ദർശനം തുടങ്ങിയ സേവന പ്രവർത്തനങ്ങളും